അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽ ഖവായിദുൽ മുസ്ല എന്ന കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളിലാണ് നമ്മളുള്ളത്. അതിൽ 41-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിച്ച് പറഞ്ഞ അവസാനത്തെ നമ്മൾ എടുത്ത ഭാഗം സലഫുസ്സാലിഹീങ്ങളുടെ അഭിപ്രായവും മറ്റുള്ളവരുടെ അഭിപ്രായവും തമ്മിലുള്ള ഒരു താരതമ്യം അത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഹഖ്ക ഇമ്മ അൻ യകൂന ഫീമാ ഖാലഹു സലഫ് ഔ ഫീമാ ഖാലഹു ഗൈറുഹു. സത്യം ഒന്നുകിൽ സലഫുകൾ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ സലഫുകൾ അല്ലാത്തവർ പറഞ്ഞത് ആയിരിക്കും. ഒരു വാദത്തിന് വേണ്ടി ഒരു നിഗമനം എന്ന നിലയിൽ നമ്മൾ അങ്ങനെ വെച്ചാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസ്സാനി ബാത്തിൽ, പിൽക്കാലക്കാർ അല്ലെങ്കിൽ സലഫുകളല്ലാത്തവർ പറഞ്ഞത് ശരിയും സലഫുകൾ പറഞ്ഞത് തെറ്റും എന്നത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. ആ ഒരു കാര്യം ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഖൗലുന അൽ ഹഖ്ഖു ഇമ്മ അൻ യകൂന ഫീമാ ഖാലഹു സലഫ് ഔ ഫീമാ ഖാലഹു ഗൈറുഹും. സലഫുകൾ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതോ ഏതെങ്കിലും ഒന്നായിരിക്കും സത്യം എന്ന് നമ്മൾ പറഞ്ഞ ആ വാചകമാണ് ഔല മിമ്മ ലൗ ഖുൽന. ഇനി പറയാൻ പോകുന്ന വാചകത്തേക്കാൾ ഏറ്റവും നല്ലത്, കരണീയമായിട്ടുള്ളത്. അൽ ഹഖ്ഖു ഇമ്മ അൻ യകൂന ഫീമാ ഖാലഹു സലഫു ഔ ഫീമാ ഖാലഹു അഹ്ലുത് തഅവീൽ. തഅവീലിൻ്റെ ആളുകൾ പറഞ്ഞതോ അല്ലെങ്കിൽ സലഫുകൾ പറഞ്ഞതോ ആയിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും ശരി എന്ന് പറയുന്ന വാചകത്തേക്കാൾ നല്ലത് സലഫുകൾ പറഞ്ഞതോ അല്ലാത്ത മറ്റുള്ളവർ പറഞ്ഞത് എന്ന് പറയലായിരിക്കും. കാരണം ഫഇന്നനാ ലൗ ഖുൽനാ ബിസ്സാനി, രണ്ടാമത്തെ വാചകമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ലകാന ലിഖായിലിൻ അൻ യഖൂൽ, വേറൊരാൾക്ക് ഇങ്ങനെയും പറയാം, ഔ ഫീമാ ഖാലഹു തർഫുൻ സാലിസ്, സലഫുകളല്ലാത്ത തഅവീലിൻ്റെ ആളുകളല്ലാത്ത വേറെ തഷ്ബീഹിൻ്റെയോ മറ്റോ ആളുകൾ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തൊന്ന് പറയാം. ഇങ്ങനെ നീണ്ട് കക്ഷികളും വീക്ഷണങ്ങളും വ്യത്യാസങ്ങളൊക്കെ പറയാൻ പറ്റും. നേരെ മറിച്ച് വലാകിൻ ഖൗലുന ഔ ഫീമാ ഖാലഹു ഗൈറുഹും ഫഹുവ അഷ്മൽ, സലഫുകളും സലഫുകളല്ലാത്തവരും എന്നിങ്ങനെ രണ്ടാക്കി പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും വ്യാപ്തിയുള്ളത്, വിശദമായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതിന് ഒരു ഫിഖ്ഹിയായ മസ്അലയിലെ ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും വനഹ്നു الآن نتكلم عن انقسام الناس في نصوص الكتاب والسنة بالنسبة لأسماء الله وصفاته. അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് ഖുർആനിലും സുന്നത്തിലും വന്ന പ്രയോഗങ്ങളെ സംബന്ധിച്ച് മനുഷ്യന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളായി പിരിഞ്ഞു, വ്യത്യസ്ത വീക്ഷണങ്ങളിലായി വേർതിരിഞ്ഞു നിൽക്കുകയാണ് എന്നതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ അന്നൽ ഖിസ്മൽ അവ്വൽ ഹുവ അഷ്റഫുൽ അഖ്സാം, ഒന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും നല്ല വീക്ഷണത്തിലുള്ള ആളുകൾ. വഹും മൻ ജഅലുല്ലാഹിറൽ മുതബാദിറ മിൻഹാ ഹഖ്ഖൻ യലീഖു ബില്ലാഹി അസ്സ വജൽ വഹഉലാഇ ഹുമുസ് സലഫ്. ഏതാണ് ആ ഒന്നാമത്തെ വിഭാഗം ആളുകൾ? അവർ മൻ ജഅലുല്ലാഹിറൽ മുതബാദിറ മിൻഹ, ആ നസ്സുകളിൽ നിന്ന് നമുക്ക് ആദ്യമേ തന്നെ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന ആ കാര്യം അത് സത്യമാണ്. ഹഖ്ഖൻ യലീഖു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, അവൻ്റെ ഔന്നത്യത്തിന് യോജിച്ച രീതിയിൽ അത് സത്യം തന്നെയാണ്, അത് ആലങ്കാരികമല്ല, അതല്ലെങ്കിൽ സത്യത്തിലുള്ള സംഗതിയല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ടതില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കയ്യുണ്ട്, അള്ളാഹുവിന് നുസൂലുണ്ട്, അങ്ങനെ ഏത് സിഫാത്തുകൾ പറയുമ്പോഴും അവയെല്ലാം അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് യോജിച്ച രൂപത്തിൽ, അവൻ്റെ മഹത്വത്തിന് നിരക്കുന്ന വിധത്തിൽ അവനുണ്ട്
എന്ന് ആ ലാഹിറിനെ അംഗീകരിച്ചുകൊണ്ട് അത് ഹഖീഖിയായി തന്നെ സ്വീകരിക്കുന്ന ആളുകൾ വഹഉലാഇ ഹുമുസ് സലഫ്, അതാണ് സലഫുസ് സാലിഹീങ്ങൾ. ആ വീക്ഷണമാണ് സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ചത്. വഖുൽന ഇന്ന സലഫ ദല്ല അലാ ഖൗലിഹിം അസ്സംഉ വൽ അഖ്ൽ. ഈ സലഫുസ് സാലിഹീങ്ങളുടെ അഭിപ്രായത്തിന്, അവരുടെ വീക്ഷണത്തോട് പ്രമാണങ്ങളും ബുദ്ധിയും യോജിക്കുന്നുണ്ട്. വഖുൽന ഹാദൽ മദ്ഹബു ഹുവ സ്വഹീഹു ലിവജ്ഹൈൻ. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് നമ്മൾ പറയും രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, അൽ വജ്ഹുൽ അവ്വൽ അന്നഹു തത്ബീഖുൻ ലിമാ ദല്ല അലൈഹിൽ കിതാബു വസ്സുന്ന. ഒന്നാമത്തെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനും സുന്നത്തും പറഞ്ഞതിനെ അപ്പടി പ്രയോഗവൽക്കരിക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന, അതിനോട് യോജിക്കുന്ന വീക്ഷണമാണത്. അൽ വജ്ഹു സാനി, രണ്ടാമത്തെ ന്യായം, അൻ യുഖാൽ ഇന്നൽ ഹഖ്ക ഇമ്മ അൻ യകൂന ഫീമാ ഖാലഹു സലഫ് ഔ ഫീമാ ഖാലഹു ഗൈറുഹു. രണ്ടാമത്തെ ന്യായം, ഈ പറഞ്ഞതിൽ ഒന്നുകിൽ സലഫുസ് സാലിഹ്യങ്ങൾ പറഞ്ഞതായിരിക്കണം ശരി, അല്ലെങ്കിൽ അവരല്ലാത്തവർ പറഞ്ഞതായിരിക്കണം ശരി. വസ്സാനി ബാത്തിൽ, അവർ തെറ്റിലും പിൽക്കാലക്കാർ അവരല്ലാത്തവർ പറഞ്ഞത് ശരിയും എന്നത് ഒരിക്കലും സംഭവ്യമല്ല, അത് നിരർത്ഥകമാണ്, ശരിയല്ല. ലിഅന്നഹു യൽതസിമു അൻ യകൂന സലഫു മിനസ് സ്വഹാബ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബികളടക്കമുള്ള ആളുകൾ, അവരും അതേപോലെ തന്നെ അവരെ നന്മയിൽ പിൻപറ്റിയ വത്താബിഈന ലഹും ബി ഇഹ്സാൻ, താബിഈങ്ങളുമൊക്കെ തകല്ലമു ബിൽ ബാത്തിലി തസ്രീഹൻ ഔ ലാഹിറൻ, അവരൊക്കെ അബദ്ധം പറഞ്ഞ, പിഴവ് പറഞ്ഞവരാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളുടെയും കാര്യത്തിൽ എന്നതായിരിക്കും അതിലൂടെ വന്നു ചേരുന്നത്. അല്ലെങ്കിൽ ഔലം യതകല്ലമു മർറത്തൻ വാഹിദ ലാ തസ്രീഹൻ വലാ ലാഹിറ ബിൽ ഹഖ്ഖില്ലദി യജിബു ഇഅ്തിഖാദുഹു. വിശ്വസിക്കൽ നിർബന്ധമായ സത്യം അവർ പ്രത്യക്ഷമായോ പരോക്ഷമായോ വ്യംഗ്യമായോ ഒരിക്കൽ പോലും പറഞ്ഞില്ല, മറിച്ച് സത്യത്തെ അവർക്കറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മൂടി വെച്ചതുകൊണ്ടോ അവർ സത്യം പറഞ്ഞില്ല, അബദ്ധമാണ് അവർ പറഞ്ഞത് എന്ന് വരുന്നത് വലിയ അബദ്ധമാണ്, അപരാധമാണ്. ഫൈദാ ഖുൽന അൽ ഹഖ്ഖു ഫീമാ ഖാലഹു ഗൈറുസ് സലഫ്, സച്ചരിതരായ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഈങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞതല്ല സത്യം, അല്ലാത്തവർ പറഞ്ഞതാണ് സത്യം എന്ന് നമ്മൾ പറഞ്ഞാൽ, ലസിമ മിൻ ദാലിക അന്ന സലഫ് തകല്ലമു ബിൽ ബാത്തിൽ. അപ്പോൾ എന്തുവരും? സച്ചരിതരായ മുൻഗാമികൾ ബാത്തിലാണ്, നിരർത്ഥകമായ കാര്യമാണ് അവർ പറഞ്ഞത്, അവർ വിശ്വസിച്ചത്. വലം യതകല്ലമു ബിൽ ഹഖ്ഖി അബദ, അവരൊരിക്കലും സത്യം പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞതൊക്കെയും അബദ്ധമാണ്, അവരൊരിക്കലും ഹക്ക് പറഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. വഹാദ ലാസിമുൻ ബാത്തിൽ, ഇതേറ്റവും നിരർത്ഥകമായ ഒരു സംഗതിയാണ് അതിലൂടെ വന്നു ചേരുന്നത്. വല അഹദുൻ യഖൂലു ബിഹി, ദീനിലുള്ള ഒരാളും, ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും സത്യസന്ധമായി ഉൾക്കൊണ്ട ഒരാളും അങ്ങനെ പറയും എന്ന് തോന്നുന്നില്ല. ഫല അഹദുൻ യഖൂൽ ഇന്ന സലഫ മിനസ് സ്വഹാബ വത്താബിഈന ലഹും ബിഇഹ്സാൻ കാനൂ യതകല്ലമൂന ബിൽ ബാത്തിൽ. സ്വഹാബികളും താബിഈങ്ങളുമൊക്കെ ബാത്തിലാണ് സംസാരിച്ചത്, അവർ സത്യം സംസാരിച്ചില്ല എന്ന് ഒരാളും പറയുകയില്ല. ബൽ മൻ ഖാല ഇന്ന സലഫ ലം യതകല്ലമു ബിൽ ഹഖ് വതകല്ലമു ബിൽ ബാത്തിൽ ഫഇന്നനാ നുകഫിറു. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, എങ്ങനെ? സ്വഹാബികളും താബിഈങ്ങളുമൊക്കെ പിഴവിലായിരുന്നു, അവർ സംസാരിച്ചത്, അവർ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവർ കാഫിറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്നത് നിസ്സംശയം നമ്മൾ പ്രഖ്യാപിക്കുമായിരുന്നു. ലിഅന്ന ഹാദാ മിൻ അക്ബരിൽ ഖദ്ഹി വൽ ഐബി ഫീഹിം. കാരണം അള്ളാഹ് ആദരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച, പ്രവാചകൻ്റെ കൂടെ ജീവിതകാലം കഴിച്ചുകൂട്ടിയ സ്വഹാബത്തും അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളുമൊക്കെ മോശക്കാരാണ് എന്ന് പറയൽ, അവരെ ആക്ഷേപിക്കലും അവരിൽ ന്യൂനതകൾ പറയലും ഏറ്റവും വലിയ അപരാധമല്ലേ? വലിഹാദാ ഖാലൽ മുഅല്ലിഫ്, അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ഇങ്ങനെ പറഞ്ഞത്. വഹാദാ യസ്തൽസിമു അൻ യകൂനു ഇമ്മാ ജാഹിലീന ബിൽ ഹഖ് വ ഇമ്മാ ആലിമീന ബിഹി ലാകിൻ കതമൂഹു.
അപ്പോൾ അവരുടെ വാദപ്രകാരം എന്താണ് വരിക? സലഫുസ്സാലിഹീങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഒന്നുകിൽ ഹക്ക് അറിയാത്തവരായിരുന്നു, അതുകൊണ്ടാണല്ലോ അവർക്ക് ഹക്ക് പറയാൻ പറ്റാതെ വന്നത്. അതല്ലെങ്കിൽ അറിയാമായിരുന്നു, പക്ഷേ അറിഞ്ഞിട്ടവർ അത് പറഞ്ഞില്ല, മറച്ചു വെച്ചു എന്നായിരിക്കും വരാ. വകിലാഹുമ ബാത്തിൽ, രണ്ടാണെങ്കിലും ശരിയല്ല, അബദ്ധമാണ്. വബുത്തലാനുൽ ലാസിമി യദുല്ല അലാ ബുത്തലാനിൽ മൽസൂം, ഇത് നിരർത്ഥകമാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്ന ആ ആശയവും, ലാസിമ് അബദ്ധമാണെങ്കിൽ മൽസൂമും എന്തായിരിക്കും? അബദ്ധമായിരിക്കും. ഫതഅയ്യന അൻ യകൂനൽ ഹഖ്ഖു ഫീമാ ഖാലഹു സലഫ് ദൂന ഗൈരിഹി. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായി സത്യം എന്നത് സച്ചരിതരായ മുൻഗാമികൾ പറഞ്ഞ അവർ നിലകൊണ്ട നിലപാടാണ്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതല്ല. അൽ ഖിസ്മുസ്സാനി, രണ്ടാമത്തെ വിഭാഗം, അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും സംബന്ധിച്ച് വന്ന പ്രമാണങ്ങളോടുള്ള നിലപാടുകൾ സ്വീകരിച്ചതിൽ രണ്ടാമത്തെ വിഭാഗം, മൻ ജഅലു അല്ലാഹിറൽ മുതബാദിറ മിൻ നുസൂസി സിഫാത്ത് മഅനൻ ബാത്തിലൻ ലാ യലീഖു ബില്ലാ. ഖുർആനിലൂടെ ഹദീസുകളിലൂടെ വന്ന ആ സിഫാത്തുകൾ, അവയുടെ അർത്ഥങ്ങൾ അത് അള്ളാഹുവിനോ യോജിച്ചതല്ല എന്ന് പറയുന്ന ആളുകളാണ്. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുഖം എന്ന അർത്ഥം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയൽ ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ. വഹുവ തഷ്ബീഹ്, സത്യത്തിൽ അവർ തഷ്ബീഹാണ് നടത്തുന്നത്. വ അബ്ഖൗ ദലാലതഹ അലാ ദാലിക്, അതേപോലെ തന്നെ ആ രീതിയിലുള്ള ആശയം അവർ സ്ഥിരീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. വഹ ഉലഇ ഹുമുൽ മുശബ്ബിഹ, അവരാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന മുശബ്ബിഹാക്കൾ, തഷ്ബീഹിൻ്റെ ആളുകൾ. വമദ്ഹബുഹും ബാത്തിലുൻ മുഹറമുൻ മിൻ ഇദ്ദത്തി ഔജുഹ്, പല വിധത്തിലും അവരുടെ ഈ അഭിപ്രായം നിഷിദ്ധമാണ്, അബദ്ധമാണ്, പിഴവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ സംഗതി അൽ അവൽ അന്നഹു ജിനായത്തുൻ അലൻ നുസൂസ്, അത് പ്രമാണങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ് എന്നതാണ്. വതഅത്തീലുൻ ലഹ അനിൽ മുറാദി ബിഹ, ആ പ്രമാണങ്ങളുടെ ശരിയായ അർത്ഥത്തെ നിരാകരിക്കലുമാണ്. ഫകൈഫ യകൂനുൽ മുറാദു ബിഹ തഷ്ബീഹ്, അള്ളാഹു പറഞ്ഞ അവൻ്റെ സിഫാത്തുകൾ സൃഷ്ടികളുടേതുപോലെ എന്ന് തഷ്ബീഹ് ചെയ്ത് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? വഖദ് ഖാല അല്ലാഹു തആല, അള്ളാഹു തആല പറഞ്ഞത് ഇങ്ങനെയല്ലേ? സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്തിൽ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പോൾ അവനെപ്പോലെ ഒന്നുമില്ല എന്ന് പറയുകയും അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യും എന്നും പറയുമ്പോൾ രണ്ടും ഒരുപോലെയല്ല എന്നത് വ്യക്തമല്ലേ? അതെ. അസ്സാനി, രണ്ടാമത്തെ ഒരു ന്യായം അല്ലെങ്കിൽ അവർക്കെതിരിലുള്ള തെളിവ്, അന്നൽ അഖ്ല ദല്ല അലാ മുബായനത്തിൽ ഖാലിഖി ലിൽ മഖ്ലൂഖി ഫി ദാത്തി വസ്സിഫാത്ത്, സൃഷ്ടികളും സൃഷ്ടാവും ഒരിക്കലും ഒരുപോലെയാവുകയില്ല, അസ്തിത്വത്തിലും അതെ, വിശേഷണങ്ങളിലും അതെ. അത് ബുദ്ധി അറിയിക്കുന്ന സംഗതിയാണ്. പടച്ചവനെ പോലെയാണ് സൃഷ്ടികൾ എന്നത് ഒരിക്കലും ബുദ്ധി സമ്മതിക്കുന്ന സംഗതിയല്ല. ഫകൈഫ യുഹ്കമു ബിദലാലത്തിൻ നുസൂസ് അല തശാബുഹി ബൈനഹുമ, അപ്പോൾ പിന്നെ പ്രമാണങ്ങൾ പിടിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തെടുത്ത് ഹദീസിലെ വാചകങ്ങളെടുത്തുകൊണ്ട് അത് സൃഷ്ടികളോട് സാദൃശ്യമാണ് എന്ന് സാദൃശ്യപ്പെടുത്തി പറയാൻ, അങ്ങനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് പറ്റുക? ഖുർആൻ തന്നെ പറഞ്ഞത് അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായും അവരുടെ ന്യായം ശരിയല്ല, അവരുടെ വാദം ശരിയല്ല. അസ്സാലിസ്, മൂന്നാമത്തെ ഒരു ന്യായം അവർക്കിതിൽ പറയാനുള്ളത്, അന്ന ഹാദൽ മഫ്ഹൂം അല്ലദീ ഫഹിമഹുൽ മുശബ്ബിഹ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി പറയുമ്പോൾ അത് സൃഷ്ടികളുടേതുപോലെ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന മുശബ്ബിഹാക്കളുടെ ഈ മനസ്സിലാക്കൽ മിനൻ നുസൂസ്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ആയത്തിൽ വന്നത് ഹദീസിൽ വന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് കൈയുണ്ട്, അത് സൃഷ്ടികളുടെ കയ്യിനെ പോലെയാണ്, അള്ളാഹു കാണും, സൃഷ്ടികൾ കാണുന്നത് പോലെ, അള്ളാഹ് കേൾക്കും, മനുഷ്യന്മാർ കേൾക്കുന്നത് പോലെ എന്നൊക്കെ പറയൽ മുഖാലിഫുൻ ലിമാ ഫഹിമഹു സലഫ് മിൻഹ,
ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും സച്ചരിതരായ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞ അള്ളാഹ് തൃപ്തിപ്പെട്ട സ്വഹാബികളും താബിഈങ്ങളും അടക്കമുള്ള മുൻഗാമികൾ പറഞ്ഞതിന് വിരുദ്ധമാണ്. അപ്പോൾ ഫയക്കൂനു ബാത്തില, സലഫുകൾ പറഞ്ഞതിന് അവർ നിലകൊണ്ടതിന് എതിരായ മാർഗം സത്യമല്ല എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് തശ്ബീഹിൻ്റെ ആളുകൾ പറയുന്ന ആ ആശയം അത് നിരർത്ഥകമാണ്. അപ്പോൾ ശരിക്കുള്ളത് ആ പ്രമാണങ്ങളിലൂടെ വന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും അതിൻ്റെ ലാഹിറായ മഅനയാണ്, അത് ഹഖീഖിയായ അർത്ഥമാണ്, ആലങ്കാരികമല്ല, തശ്ബീഹിൻ്റേതല്ല എന്നതാണ്. വഹാദ വല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.